Good morning, dear student. Today I am going to discuss hypothesis testing. അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഓക്കെ, എന്താണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്? എന്താണ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ഇൻ റിഗ്രഷൻ. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഇൻ റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് ടെസ്റ്റ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതിൽ പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ഒന്ന് ടി ടെസ്റ്റ്. ഓക്കെ, ടി ടെസ്റ്റ്, അനോവ ടെസ്റ്റ്, അതുപോലെ തന്നെ കൈസ്കോർ ടെസ്റ്റ് അല്ലേ. ടി ടെസ്റ്റിന് നമുക്ക് ഒരുപാട് ടൈപ്പ് ടി ടെസ്റ്റ് ഉണ്ട്. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ്, ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ്, പെയർഡ് ടി ടെസ്റ്റ്, അതുപോലെ കെ സാമ്പിൾ ടി ടെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ കെ സാമ്പിൾ ടി ടെസ്റ്റ്, പിന്നെ ഡിപ്പെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ്, അങ്ങനെ എക്സെട്ര. ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് ദാറ്റ് ഈസ് ഓൾസോ കാൾഡ് പെയർഡ് ടി ടെസ്റ്റ്. ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് ടി ടെസ്റ്റ്. അത് ഓൾറെഡി നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അനോവ ടെസ്റ്റും അതുപോലെ തന്നെ നമ്മൾ സ്റ്റാറ്റിയിൽ പഠിച്ച സാധനമാണ്. അതുപോലെ കൈസ്കോർ ടെസ്റ്റ്. ഓക്കെ, അനോവ ടെസ്റ്റ് എന്ന് പറയുന്നത് മീൻ രണ്ടിൽ കൂടുതൽ നോമിനൽ വേരിയബിൾസിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കാറ്റഗറിയുള്ള നോമിനൽ വേരിയബിൾസിൻ്റെ ഇടയിൽ ആവറേജ് മീൻ ഡിഫറൻസ് ടെസ്റ്റ് ചെയ്യാനാണ് അനോവ ഉപയോഗിക്കുക. ഓക്കെ, കൈസ്കോർ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? രണ്ട് നോമിനൽ വേരിയബിൾസ് തമ്മിലുള്ള എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷനിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൈസ്കോർ ടെസ്റ്റ് ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ ടി ടെസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിളി എന്താണ്? രണ്ട് സീരീസിലെ ആവറേജുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? ഓക്കെ, അതാണ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ്. ഓൾറെഡി യു ഹാവ് സ്റ്റഡിഡ് ഇൻ യുവർ ഡിഗ്രി ആൻഡ് PG സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഇൻ റിഗ്രഷൻ അനാലിസിസ്. അപ്പോൾ ബിഫോർ ഗോയിങ് സെലക്ടഡ് ടെസ്റ്റ് സച്ച് ആസ് ടി ആൻഡ് രണ്ട് പ്രധാനപ്പെട്ട ടെസ്റ്റുകളുള്ളത്. Okay, in regression analysis, usually we are using two types of test. One is t-test, another is ANOVA test. Okay, there are two different types of test which we use in regression analysis. Before, what are the important steps in hypothesis testing? ഇനി നമുക്ക് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെപ്സ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഏതെല്ലാം സ്റ്റെപ്പുകളാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സ്പീഡിൽ ഇങ്ങനെ പോകാം, ഇതൊന്നും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾക്കറിയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് ബിഫോർ സ്റ്റെപ്പ് പറയുന്നതിന് മുമ്പ് എന്തിനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? ഹൈപ്പോത്തസിസ് ടെസ്റ്റ്. വാട്ട് ഈസ് മീൻ ബൈ ഹൈപ്പോത്തസിസ് ടെസ്റ്റ്? അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ഇൻ റിഗ്രഷൻ? റിഗ്രഷനിൽ നമ്മൾ വി ആക്ച്വലി എസ്റ്റിമേറ്റ് y is equal to β1 plus β2 xi plus ui ഇല്ലേ. ആക്ച്വലി വി ആർ എസ്റ്റിമേറ്റിംഗ് ദ വാല്യൂസ് ഓഫ് beta cap 1, beta cap 2. Okay, actually we are estimating the values of beta cap 1 and beta cap 2 അല്ലേ. ഇത് നമ്മൾ OLS മെത്തേഡ് ഉപയോഗിച്ചിട്ട് എസ്റ്റിമേറ്റ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഇക്വേഷൻ കിട്ടും, OLS മുഖേന നമ്മൾ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ OLS പ്രൊസീജിയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ we can estimate the values of beta cap 1 and beta cap 2 by applying that equation that we derived by using OLS principle and OLS method. Okay, അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് കിട്ടും.
ഇനി whether these values are statistically significant or not എന്നാണ് നമ്മൾ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിലയബിലിറ്റി അതിനുണ്ടോ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് കൂടെ നമുക്ക് റിഗ്രഷൻ എസ്റ്റിമേഷൻ കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയണം വെദർ ദീസ് വാല്യൂസ് ഓഫ് ബീറ്റ ക്യാപ്പ് 1 ബീറ്റ ക്യാപ്പ് 2 ആർ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ഓർ നോട്ട് എന്ന് മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിഗ്രഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഹൗ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് വെദർ ദീസ് എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ബീറ്റ ക്യാപ്പ് 1 ബീറ്റ ക്യാപ്പ് 2 ആർ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്? ദാറ്റ് ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഓക്കെ, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ടി ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടി ടെസ്റ്റ് പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് യു ക്യാൻ ഐഡൻറ്റിഫൈ വെദർ ദ എസ്റ്റിമേറ്റഡ് റിസൾട്ട്സ് ആർ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ഓർ നോട്ട്. അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് formulation of nonlinear alternative hypothesis. Formulation of H0 and H1. H0 is called alternate null hypothesis. H1 is called alternative hypothesis. Okay. But H0 you can state that H0 such as beta cap 1 equal to 0. H0 such that beta cap 2 is equal to 0. Suppose you have estimated regression equation which is equal to ya is equal to beta cap 1 plus beta cap 2 xi plus ui. Okay, now you want to test whether this estimated beta cap 1 beta cap 2 are statistically significant. അതാണ് അടുത്ത സ്റ്റേജ്. അതാണ് അപ്പോൾ നിങ്ങൾ null hypothesis you can state like this. Okay, beta null hypothesis equal to null hypothesis is beta cap 1 which is equal to 0. Okay, another null hypothesis beta cap 2 which is equal to 0. അപ്പോൾ null hypothesis always നമ്മൾ സ്റ്റേറ്റ് 0 null hypothesis. അപ്പോൾ no, there is no relationship between, അല്ലെങ്കിൽ there is no beta cap 1 0 എന്ന് പറഞ്ഞാൽ എന്താണ് കൺസംഷനും ഇൻകം തമ്മിലുള്ള ഇൻ്റർസെപ്റ്റ് റിലേഷൻ ബന്ധമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് അസോസിയേഷൻ ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം ആൻഡ് കൺസംഷൻ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇൻ്റർസെപ്റ്റ് ടേം നമുക്ക് ഒഴിവാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, only one I am going to test null hypothesis testing of beta cap 2 മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ. y is equal to beta cap 1 plus beta cap 2 xi plus u cap I. അപ്പോൾ ബീറ്റ ക്യാപ് 2 മാത്രമേ ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന നമ്മൾ എക്സാമ്പിൾ പറയുന്നുള്ളൂ. അപ്പോൾ ബീറ്റ ക്യാപ് 2 നൾ ഹൈപ്പോസിസ് നമുക്ക് എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? നൾ ഹൈപ്പോസിസ് ഇസ് ഈക്വൽ ടു ബീറ്റ ക്യാപ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് നൾ ഹൈപ്പോസിസ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? നൾ ഹൈപ്പോസിസ് എപ്പോഴും 0 നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻകം കൺസംഷൻ റിലേഷൻ വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ എന്താണ്? 0 ആണ്. ദർ ഇസ് നോ സിഗ്നിഫിക്കൻ്റ്. ഇതിങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ദർ ഇസ് നോ നൾ ഹൈപ്പോസിസ് ഇങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുക. ദർ ഇസ് നോ സിഗ്നിഫിക്കൻ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. ഓക്കെ, വൈയും എക്സും തമ്മിൽ ഒരു സിഗ്നിഫിക്കൻ്റ് റിലേഷൻ ഇല്ല, അല്ലെങ്കിൽ 0 ആണ് എന്നാണ് നമ്മൾ നൾ ഹൈപ്പോസിസ് എപ്പോഴും സ്റ്റേറ്റ് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ, 0 അപ്പോൾ against this we should have to state alternative hypothesis which can be represented as H1 which is equal to beta cap 2 not is equal to 0. This is alternative hypothesis. അപ്പോൾ H0
such that beta capital is equal to 0 is null hypothesis. H1 such that beta capital is equal to 0 is alternative hypothesis. അപ്പോൾ this is ഹൈപ്പോത്തസിസ്, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. ഇതേപോലെ രണ്ട് ഹൈപ്പോത്തസിസ് നിങ്ങൾ നൾ ഹൈപ്പോത്തസിസും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ചെയ്യണം. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് ആണ് ആക്ച്വലി ദ ഒറിജിനൽ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് ആക്ച്വലി ഇറ്റ് ഈസ് ദ ഒറിജിനൽ, നൾ ഹൈപ്പോത്തസിസ് ഈസ് ഒറിജിനൽ ഹൈപ്പോത്തസിസ്. ഇനി അതുപോലെ തന്നെ ഈ വെൻ ദ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റഡ്, ഈ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് H1. ഓക്കെ, എങ്കിൽ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് എന്ത്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് റിസർച്ചറുടെ ഹൈപ്പോത്തസിസ്. ഓക്കെ, ആക്ച്വൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് ആണ്, പക്ഷേ റിസർച്ചറുടെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്. ഓക്കെ, കാരണം അവിടെ ഉണ്ട് സിഗ്നിഫിക്കൻറ്റ് റിലേഷൻ ഉണ്ട് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇല്ല എന്ന് പറയുന്നതാണ് ഒറിജിനൽ ഹൈപ്പോത്തസിസ്. ഓക്കെ, അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആക്സെപ്റ്റ് ദാറ്റ് ദർ ഇസ് സിഗ്നിഫിക്കൻറ്റ് അസോസിയേഷൻ ബിറ്റ്വീൻ പിന്നെ H0 ആൻഡ് നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ, റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കൺഫ്യൂഷൻ. അപ്പോൾ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അനദർ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഡിസിഷൻ അബൌട്ട് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ്, അല്ലെങ്കിൽ ഡിസിഷൻ അബൌട്ട്, നല്ല ജലദോഷം ഉണ്ട് കുട്ടികൾ, അതങ്ങനെ ഒരു സുഖമില്ല. ഡിസിഷൻ അബൌട്ട് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ഓഫ് ദ ടെസ്റ്റ്. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ സെലക്ട് ചെയ്യണം. എന്താണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് വിത്ത് വിച്ച് നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്. അല്ലെങ്കിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് വിത്ത് വിച്ച് the null hypothesis H0 is accepted or rejected. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളതിന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ആണ് എന്ന് പറയുന്നത് പിന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയും. ഇറ്റ് ഈസ് യൂഷ്വലി മെൻഷൻ 0.05 അല്ലെങ്കിൽ 0.01 അല്ലെങ്കിൽ 0.001. ഓക്കെ, എന്ന് പറഞ്ഞാൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, 10% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ 1% level of significance. These are the usually most commonly used level of significance. അപ്പോൾ നമ്മൾ ഒരു കട്ട് ഓഫ് ആണ്, എത്ര പെർസെൻറ്റേജ് പിന്നെ കോൺഫിഡൻസ് ആണ് വി ആർ ഗിവിങ്, പെർസെൻറ്റേജ് ഓഫ് കോൺഫിഡൻസ് വി ആർ ഗിവിങ് ഫോർ ആക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ്, ദാറ്റ് ഈസ് കാൾഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇപ്പോൾ മനസ്സിലായി. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് 5% എന്ന് പറഞ്ഞാൽ, എന്താണ് 5% എന്ന് പറഞ്ഞാൽ? അപ്പോൾ അല്ലെങ്കിൽ 0.05 എന്ന് പറഞ്ഞാൽ 5% ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് it is a probability of
റിജക്റ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം is probability of rejecting H naught 5 times out of every 100 times. Okay. അപ്പോൾ probability of rejecting H naught, it is the probability of rejecting H naught അല്ലെങ്കിൽ റിയൽ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് 5 times out of every 100 times. അതാണ് എന്തെന്ന് പറയുന്നത്, പിന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റും ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് എന്താണ്, പിന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് മുകളിൽ പോകുമ്പോഴാണ് നമ്മൾ ഏത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൻ്റെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതലായാൽ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യും, കുറവായാൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഈ രൂപത്തിലുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അപ്പോൾ 5%, 1%, അല്ലെങ്കിൽ 5%, 10%, 5%, 1%, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് സാധാരണ, കട്ട് ഓഫ്സ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇനി മൂന്നാമത്തെ തേർഡ് സ്റ്റെപ്പ്, decision about the location of the critical region. Okay. അപ്പോൾ നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസിഷൻ അബൌട്ട് ദ ലൊക്കേഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ റീജിയൻ. ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, സാധാരണ ഈ ക്രിട്ടിക്കൽ റീജിയൻ സെലക്ട് ചെയ്യാൻ രണ്ട് രൂപത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ഓക്കെ, ക്രിട്ടിക്കൽ റീജിയൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ പറയാം. ഒന്ന്, ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, this is called two-tail test. This is called one-tail test. This is also called one-tail test. Okay, ഈ രൂപത്തിലാണ്. ഇതാണ് നമ്മുടെ അബൌട്ട് ദ ലൊക്കേഷൻ ഓഫ് ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ ഇതിൽ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് ടു ടൈൽ ടെസ്റ്റിൽ 2 ക്രിട്ടിക്കൽ റീജിയൻ ഉണ്ടാവും. ഒന്ന്, ദിസ് ഈസ് ദ ഫസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ, ദിസ് ഈസ് സെക്കൻഡ് ക്രിട്ടിക്കൽ റീജിയൻ. ഓക്കെ, ഇൻ വൺ ടൈൽ ടെസ്റ്റ് ദിസ് ഈസ് ഓൺലി 1 critical region.
This is another type of test. This is another critical region. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നമ്മൾ വെദർ വി ഫോളോ ദ വൺ ടൈൽ ടെസ്റ്റ്, വൺ ടൈൽ ടെസ്റ്റ് ഓർ ടു ടൈൽ ടെസ്റ്റ്. അപ്പോൾ എ എന്നാൽ വൺ ടൈൽ ടു ടൈൽ ടെസ്റ്റാണ്, ബിയും സിയും എന്താണ് വൺ ടൈൽ ടെസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഏത് ടെസ്റ്റാണ് നമ്മൾ വൺ ടൈൽ ടെസ്റ്റാണ് ഫോളോ ചെയ്യുന്നത്, ടു ടൈൽ ടെസ്റ്റാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഫോർത്ത്, ഇതൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നമ്മളുടെ പാർട്ടല്ല, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പാർട്ടാണ്. എന്നാൽ നമുക്ക് ടി ടെസ്റ്റ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ മാത്രം ഈ സ്റ്റെപ്സ് എന്തൊക്കെയുള്ളത് ഒന്ന് പറയണം. ഓക്കെ. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് decision about the appropriate test. Decision about the appropriate test statistics. അത് സാധാരണ ടി ടെസ്റ്റ് അല്ലെങ്കിൽ അനോവ ടെസ്റ്റ് അല്ലെങ്കിൽ എഫ് ടെസ്റ്റ്. ഈ രണ്ട് ടെസ്റ്റുകളാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറ്. എഫ് ടെസ്റ്റും അനോവ ടെസ്റ്റും ഒന്നാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, റിസർച്ചർ നാലാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യും, ടി ടെസ്റ്റ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ എഫ് ടെസ്റ്റ് സെലക്ട് ചെയ്യും. ഏത് ടെസ്റ്റാണോ നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് സെലക്ട് ചെയ്യും. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫ്രം സാമ്പിൾ ഒബ്സർവേഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് സെലക്ട് ചെയ്തു. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, അത് കമ്പ്യൂട്ട് ചെയ്യാം. എന്ത് ഉപയോഗിച്ചിട്ട്, സാമ്പിൾ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് ഒബ്സർവേഷൻ ഉണ്ടല്ലോ, സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാം. പിന്നെ ലാസ്റ്റോ കമ്പാരിസൺ ഓഫ് എസ്റ്റിമേറ്റഡ് വാല്യൂ with theoretical അല്ലെങ്കിൽ ടേബിൾ വാല്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂ ടേബിൾ വാല്യൂ ഇപ്പോൾ ടി ടെസ്റ്റ് ഉപയോഗിച്ച് ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്തു, ഡാറ്റ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടെത്തി. എന്നിട്ട് ആ വാല്യൂ ഉണ്ടല്ലോ, നമ്മൾ ടേബിൾ വാല്യൂ ടി വാല്യൂ ഉണ്ട്, ടി ടേബിൾ ഉണ്ടാവും അല്ലേ, ഈ കൈസ്കോർ ടേബിൾ, അനോവ ടേബിൾ അല്ലെങ്കിൽ എഫ് ടേബിളൊക്കെ ഉണ്ടാവും. ഓക്കെ. ആ ടേബിളിലുള്ള വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യാം. ഓക്കെ. അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇഫ് കമ്പ്യൂട്ടഡ് വാല്യൂ ഉണ്ടല്ലോ, ഇഫ് ദ കമ്പ്യൂട്ടഡ് വാല്യൂ ഫാൾസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ നമ്മൾ തിയററ്റിക്കൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുക. ഈ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ എന്ത് ചെയ്യാണ്, ഇഫ് ദ കമ്പ്യൂട്ടഡ് വാല്യൂ ഫാൾസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ, നമ്മളൊരു ഡയഗ്രാം വരച്ചില്ലേ, റീജിയൻ, ആ ക്രിട്ടിക്കൽ റീജിയനിലാണ് കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ ലൈ ചെയ്യുന്നതെങ്കിൽ ദ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റഡ്. ഓക്കെ, ദാറ്റ് മീൻ വി ആക്സെപ്റ്റ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഓക്കെ. എങ്കിൽ മറ്റേ രീതിയിൽ പറയുകയാണെങ്കിൽ ഇഫ് കമ്പ്യൂട്ടർ വാല്യൂ ഫാൾ ഔട്ട്സൈഡ് ദ ക്രിട്ടിക്കൽ റീജിയൻ,
അപ്പോൾ ഔട്ട്സൈഡ് ദ ക്രിട്ടിക്കൽ റീജിയൻ, ആ ക്രിട്ടിക്കൽ റീജിയൻ ഉണ്ടല്ലോ, ഞാനൊരു ഡയഗ്രാം വരച്ചില്ലേ, ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞു. ആ ക്രിട്ടിക്കൽ റീജിയനിലാണ് ഫസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂ ലൈ ചെയ്യുന്നതെങ്കിൽ വി റിജക്റ്റ് നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ആക്സെപ്റ്റ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ എസ്റ്റിമേറ്റഡ് വാല്യൂ ലൈ അല്ലെങ്കിൽ ഫാൾസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ, അല്ലെങ്കിൽ ഇഫ് ദ കമ്പ്യൂട്ടഡ് വാല്യൂ ഫാൾസ് ഔട്ട്സൈഡ് ദ ക്രിട്ടിക്കൽ റീജിയൻ, ഔട്ട്സൈഡ് ദ ക്രിട്ടിക്കൽ റീജിയൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വി ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി റിജക്റ്റ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പോൾ ലാസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്നിട്ട് തിയററ്റിക്കൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഡെസിഷൻ റൂൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ദിസ് ഈസ് അബൌട്ട് ദ ഹൈപ്പോത്തസിസ് ടെസ്റ്റ്. ഇനി ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഒന്ന് ടി ടെസ്റ്റും രണ്ട് അനോവ ടെസ്റ്റും. അപ്പോൾ എന്താണ് ടി ടെസ്റ്റ്? അപ്പോൾ ടി ടെസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഈ പ്രൊസീജിയർ എഴുതുക. ടി ടെസ്റ്റ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക എക്സാമിന്. ഈ 6 സ്റ്റെപ്പ് എഴുതുക. 6 സ്റ്റെപ്സ് എഴുതിയതിനു ശേഷം ഈ ടി ടെസ്റ്റിൻ്റെ ഇക്വേഷന് കൂടെ എഴുതി വെച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട.